ദൈവത്തിന് സ്തോത്രം. വീണ്ടും ദൈവജനത്തിലേക്ക് കടന്നു വരാൻ ദൈവം നമുക്ക് അവസരങ്ങൾ തരുന്നതിനായി ദൈവത്തെ സ്തുതിക്കാം. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് എബ്രായലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കാം. നിങ്ങളാരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവീൻ. പാപത്തിൻ്റെ ചതി. ദൈവത്തിന് സ്തോത്രം. ഇത് വേദപുസ്തകത്തിലെ വലിയൊരു ഗൗരവമേറിയ കാര്യമാണ്. ഹൃദയം കഠിനമായി പോകുന്നൊരവസ്ഥയാണ്. പിന്മാറ്റത്തിൻ്റെ വേറൊരവസ്ഥയാണ്. സാത്താൻ്റെ അടിമനുഖത്തിൻ്റെ ഒരവസ്ഥയാണ്. ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ സാധിക്കാതെ വരുന്നൊരവസ്ഥയാണ്. മരണക്കിടക്കയിലെ സാത്താൻ അവകാശം പറഞ്ഞുകൊണ്ട് ചങ്ങലയിട്ടുകൊണ്ട് കൂട്ടിക്കൊണ്ടു പോകുന്നൊരവസ്ഥയാണ്. മനുഷ്യന് ദൈവം വച്ചിരിക്കുന്ന നിത്യമായ സൗഭാഗ്യം അവൻ തന്നെ നഷ്ടമാക്കി കളയുന്ന ഒരു സങ്കടകരമായ അവസ്ഥയാണ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, മനോഹരമായ ഏദൻ തോട്ടം ആദാമിനും ഹവ്വായ്ക്കും ദൈവം കൊടുത്തപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. എല്ലാം അവർക്ക് കൊടുത്തു, ഒന്നിനും ഒരു മുട്ടുണ്ടായിരുന്നില്ല. വളരെ സമാധാനമായി സന്തോഷമായി ഭാര്യയും ഭർത്താവും ജീവനുള്ള ദൈവവും ഒരുമിച്ച് സന്തോഷമായി കഴിയുന്നു. ഒരല്ലലോ അലട്ടലോ ഭാരങ്ങളോ പ്രയാസങ്ങളോ ആകലങ്ങളോ ഒന്നുമില്ല. ഇത് ഭൂമിയിൽ ഇന്ന് ജീവിക്കുന്ന മനുഷ്യർക്ക് സാധ്യമാണോ ഇല്ലെന്നുള്ളതാണ് ഒരു വെല്ലുവിളി. ഏദൻ തോട്ടത്തിലെ പഴയ ചരിത്രം, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളൊരു ചരിത്രം, അത് അവർ നഷ്ടമാക്കി കളഞ്ഞു. ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി കളഞ്ഞു. ഇന്ന് അനേകർ ചോദിക്കുന്നു, ഞാനും കൊണ്ട് ചോദിച്ചിട്ടുണ്ട്, ഇത്ര വലിയൊരു കുഴപ്പമാണോ അവർ ചെയ്തത്? പാവം ആദാം എന്താ തെറ്റ് ചെയ്ത്? ഹവ്വ തെറ്റ് ചെയ്തു. പക്ഷെ തെറ്റ് ചെയ്യുന്നവരോട് ചേർന്നാൽ അവരും പാപത്തിൻ്റെ ഉടമസ്ഥയായി കഴിഞ്ഞു. ആദാമിന് നിൽക്കാമായിരുന്നു, പക്ഷേ ഹവ്വയുടെ വാക്ക് കേട്ട് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കാൻ ഹവ്വയുടെ കൂട്ടുചേർന്നു. ദൈവത്തിനൊന്നും വഹിക്കാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, അവിടെ പാപം ചെയ്തു എന്നുള്ളതല്ല വിഷയം, ദൈവ സ്നേഹത്തെ അവിശ്വസിച്ചു എന്നുള്ളതാണ് കാരണം. എല്ലാ അനുഗ്രഹങ്ങളും തന്നൊരു ദൈവത്തെ അവർക്കറിയാം. സ്നേഹം മാത്രമാവുന്ന ദൈവത്തെ അറിയാം, അനുഗ്രഹമാകുന്ന ദൈവത്തെ അവർക്ക് അറിയാം. എന്നിട്ട് വേറൊരുവൻ വന്നു പറഞ്ഞ ഒരു ആലോചന ദൈവത്തിൻ്റെ ആലോചനയെക്കാളും വലിയ ആലോചനയായിട്ട് ഹവ്വ സ്വീകരിച്ചതാണ് ഏറ്റവും വലിയ കുഴപ്പം. ദൈവത്തെ തള്ളിക്കളയാണ് ചെയ്തത്. ഹൃദയത്തിലുണ്ടാകുകയാണ് ചെയ്യുന്നത്. അവിടെ സാത്താൻ ജയിക്കുകയാണ് ചെയ്തത്. സാത്താൻ ചതിക്കുകയാണ് ചെയ്തത്. ഉപായത്താലാണ് ചതിച്ചത്. സ്ട്രെയിറ്റായിട്ട് വന്നിട്ട് ചതിക്കൊന്നുമല്ല ചെയ്തത്. അവരെ തന്ത്രപൂർവ്വം ആ സ്ത്രീയുടെ മനസ്സിനെ ചിന്താകുഴപ്പങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവളെ പാപത്തിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഈ സാത്താൻ്റെ വലിയൊരു തന്ത്രമാണ്. ഈ തന്ത്രം നാം മനസ്സിലാക്കിയില്ലെങ്കിൽ നാം അറിയാതെയാണെങ്കിലും പാപത്തിലേക്ക് പോകും. എന്നിട്ട് നമുക്ക് നിരാശയും ഭാരവും ആകുലവും പിന്മാറ്റവും വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കരുതലോടുകൂടിയുള്ള ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം. എവിടെയും സാത്താന് പ്രവേശിക്കാനുള്ള വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ അവൻ കടന്നു വരിക തന്നെ ചെയ്യും. അനേകരും പാപത്തെ എത്ര നിസ്സാരമായിട്ടാണ് കാണുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഈർഷ വരിക, അല്ലെങ്കിൽ ഒരു ദേഷ്യം വരിക, കുടുംബമല്ലേ, ഭാര്യയുമായിട്ട് ജീവിക്കുകയല്ലേ, അതൊക്കെ വരും എന്ന് പറയുന്നവരാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും. ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ എന്നാ, ഭാര്യയാണെങ്കിൽ കോപിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, സാരമില്ല എന്ന് വെക്കുന്നു. നാം തന്നെ തെറ്റ് ചെയ്തിട്ട് അത് സാരമില്ല എന്ന് വെക്കുകയാണ്. ഇതെല്ലാവരും ചെയ്യുന്നതല്ല എന്ന് ചോദിക്കണേ. എല്ലാവരും ചെയ്യുന്ന പോലെ ജീവിക്കാനാണോ ദൈവം നിന്നെ വിളിച്ചത്? എല്ലാവരുടെയും ഇടയിൽ നിന്നും നിന്നെ പൊക്കിയെടുത്തത് നിന്നെ സ്വർഗരാജ്യത്തിൽ കൊണ്ട് ഇരുത്താനാണ്. അനേകരും നാശത്തിലേക്ക് പോകുമ്പോൾ, ബഹുഭൂരിപക്ഷം ജനങ്ങളും നാശത്തിലേക്ക് പോകുമ്പോൾ, വലിയൊരു കൂട്ടം ജനങ്ങൾ രക്ഷപ്പെടാതെ നാശത്തിലേക്ക് പോകുമ്പോൾ, അതിൽ ഒരാളായി നിന്നെ വിളിച്ചുകൊണ്ട് നിനക്ക് സ്വർഗരാജ്യം തരാമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ്. അത് കാണാത്തത് എന്താണ്? ദൈവം കൊടുത്ത വില എന്താണ് മനസ്സിലാക്കാത്തത്? ഒരു മനുഷ്യനെ രക്ഷിക്കാൻ പിതാവായ ദൈവം കൊടുത്ത വില തൻ്റെ ഏകജാതനെ ക്രൂശിലേക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. പാപത്തിൻ്റെ സകല ശിക്ഷയെ അവൻ്റെ തലമേൽ, അവൻ്റെ ശരീരത്തിലേക്ക് കൊടുത്തു. സഹിക്കാൻ പറ്റുന്ന കാര്യമൊന്നും ആയിരുന്നില്ല. ആ പാപം തൊടാത്ത മനുഷ്യപുത്രൻ, പാപത്തെ വെറുക്കുന്ന പോയ മനുഷ്യൻ, ആ യേശു ക്രിസ്തു, അവൻ സ്വയം ആ പാപം ഏറ്റെടുത്തു.
അറിയാം പാപം വന്നാൽ ദൈവസാന്നിധ്യം നഷ്ടപ്പെടുമെന്നറിയാം, യേശുവിനറിയാം. അതുകൊണ്ടാണ് ഈ പാനപാത്രം എങ്കിൽ നീക്കണമെന്ന് പ്രാർത്ഥിച്ചത്. കഷ്ടപ്പാടല്ല, ശാരീരികമായ പ്രയാസങ്ങളോ ഭാരങ്ങളോ ഒന്നുമല്ല യേശുവിനെ അലട്ടിയത്. പാപം വന്നു കയറുമ്പോൾ ദൈവസാന്നിധ്യം നഷ്ടപ്പെടും, ആത്മാവ് മരിക്കുമെന്നുള്ള നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം. ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടും. പിതാവിനോട് ചേർന്നിരുന്ന പുത്രന് അത് വഹിക്കാൻ പറ്റുന്നൊരു കാര്യമായിരുന്നില്ല. അതുപോലും യേശു ക്രിസ്തു ആ പാനപാത്രം കുടിച്ചു. എന്തിനു വേണ്ടി? എന്നെ രക്ഷിക്കാൻ, എന്നെ സ്വർഗത്തിലിരുത്താൻ, അവനിരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ ഇരുത്താൻ, എന്നെ മാനിക്കാൻ, എന്നെ ബഹുമാനിക്കാൻ, എന്നെ ആദരിക്കാൻ, എന്നെ സ്നേഹിക്കാൻ, എനിക്കെല്ലാ അനുഗ്രഹങ്ങളും ഭൂമിയിലും കടന്നു ചെല്ലുമ്പോഴും തരാൻ ദൈവം പ്രതീക്ഷയോട് വിളി ലഭിച്ചവനാണ് ഞാനും നിങ്ങളും. സ്തോത്രം. സ്വർഗത്തിൻ്റെ ആശ എൻ്റെ മേലുണ്ട്, സ്വർഗത്തിൻ്റെ പ്രതീക്ഷ എൻ്റെ മേലുണ്ട്, സ്വർഗത്തിൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ പകരുകയാണ്, സ്വർഗത്തിൻ്റെ കരം എൻ്റെ തലമേലുണ്ട്, സ്വർഗീയമായ വെളിപ്പാടുകൾ എനിക്ക് തരുന്നുണ്ട്, സ്വർഗീയമായ ആലോചന എനിക്ക് തരുന്നുണ്ട്. അനേകർക്ക് കിട്ടാത്തതായ സൗഭാഗ്യമാണ് ജീവനുള്ള ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത്. വചനത്തിൻ്റെ ശക്തി എൻ്റെ മേൽ ആവശ്യപ്പിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യർക്കാർക്ക് ഇതൊരു വിഷയമുള്ള കാര്യമാണ്, പാപത്തിൻ്റെ ചതി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട, നിമിഷ നേരത്തെ സന്തോഷത്തിന് വേണ്ടി മനുഷ്യൻ ദൈവസ്നേഹം നഷ്ടപ്പെടുത്തി കളയുന്നു, സ്വർഗരാജ്യം നഷ്ടപ്പെടുത്തി കളയുന്നു, നിത്യജീവൻ നഷ്ടപ്പെടുത്തി കളയുന്നു. വരുന്നത് പോലെ വരട്ടെ എന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ. ഈ കാലഘട്ടത്തിലാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ച്, മകനെ മകളെ നശിക്കേണ്ട, ജീവൻ്റെ മാർഗം നിനക്ക് ഞാൻ തുറന്നു വച്ചിരിക്കുകയാണ്, ഞാൻ നിൻ്റെ കൂടെ വരാം. സ്തോത്രം. ഞാൻ നിൻ്റെ കൂടെ വരാം, നിനക്കെന്നെ അനുഭവിക്കാൻ പറ്റും, എൻ്റെ കരത്തിൻ്റെ സ്പർശനം നിനക്ക് അനുഭവിക്കാൻ പറ്റും, എൻ്റെ വചനം നിനക്ക് കേൾക്കാൻ പറ്റും, നിൻ്റെ ചെവി ഞാൻ തുറന്നു തരാം, നിൻ്റെ ആത്മകണ്ണി ഞാൻ തുറന്നു തരാം, നിൻ്റെ സാന്നിധ്യം ഞാൻ നിനക്ക് തരാം, ഞാൻ നിൻ്റെ കൂടെ കഴിയാം. കഴിയുമോ? ശലോമോൻ ചോദിച്ചു, ഭൂമിയിലെ ദൈവം മനുഷ്യരോട് കൂടി ജീവിക്കുമോയെന്ന്. ചോദ്യമേ ഉള്ളൂ, ഉത്തരവൊന്നും പറഞ്ഞില്ല. പക്ഷേ നമുക്കിന്ന് ഉത്തരം പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതെ, സാധിക്കുന്ന കാര്യമാണ്. ഞാനെന്ന് പറഞ്ഞ മനുഷ്യൻ വിചാരിച്ചാൽ സ്വർഗത്തിരിക്കുന്ന ദൈവത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരാം. ഹാനോക്ക് കൊണ്ടുവന്നില്ലേ? എത്രയോ വാങ്ങിപ്പോയ വിശുദ്ധന്മാരവരുടെ ജീവിതത്തിൽ വിലയുള്ളതായിട്ട് യേശുവിനെ കണ്ടു, രക്ഷയെ കണ്ടു, അവരെ ഭൂമിയിലേക്ക് ഈ ദൈവത്തെ ഇറക്കിക്കൊണ്ടുവന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ന്യൂനപക്ഷമാണ്, വളരെ ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷത്തിലാണ് ഞാൻ, നിങ്ങൾ ഓരോരുത്തരും. ഈ കാലഘട്ടം, എല്ലാ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കാറില്ല. ഈ കാലഘട്ടം ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആർക്കും രക്ഷപ്പെടാം. പ്രിയപ്പെട്ട യോഹന്നാൻ സാർ എപ്പോഴും പറയാറുണ്ടല്ലോ, എൻ്റെ ദൈവത്തിന് സ്തോത്രം, പെട്ടകം ഒരുക്കി വെച്ചിരിക്കുകയാണ്, ആർക്കും എവിടെയെങ്കിലും കടന്നു വരാം. പെട്ടകം ഒരുക്കി വെച്ചിരിക്കുകയാണ്, ആർക്കും എവിടെയെങ്കിലും കടന്നു വരാം. ആരെങ്കിലും കടന്നു വന്നോ? ബുദ്ധിയുള്ളവർ വരില്ല പ്രിയരെ, ബുദ്ധിയുള്ളവർക്ക് വരാൻ പറ്റില്ല. ജീവനുള്ള ദൈവത്തെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്നൊരു വിഷയമല്ല. ദൈവത്തിൻ്റെ വചനം അത് വചനമാണ്. ഒരു ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിന് വചനം കൊടുക്കുന്നത്. ആ വചനത്തിൻ്റെ വ്യാപ്തി എന്താണെന്ന് മനസ്സിലാക്കണം. എന്നെ സ്നേഹിച്ച ദൈവം. എൻ്റെ വീട്ടിൽ എത്രയോ പേരുണ്ട്, എന്നേക്കാൾ എത്രയോ നല്ലവരാണ് സ്വഭാവം കൊണ്ട്, അവർക്ക് ദൈവവിളി കിട്ടിയിട്ടില്ല. അവിടെയാണ് എനിക്ക് ദൈവവിളി കിട്ടിയത്. എന്തൊരത്ഭുതം! എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, യേശു വന്നത് മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് വിടുവിക്കാനാണ്. സുവിശേഷം നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ 1-ാം അധ്യായത്തിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞ, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കാനിരിക്കൊണ്ട് യേശു എന്ന് പേർ വിളിക്കണം. യേശുവിനെ വിളിക്കുന്നത് പാപം മാറ്റാനായിരിക്കണം. അവൻ ലോകത്തിലെ കാര്യങ്ങൾ ചെയ്തു തരില്ലെന്നല്ല പറഞ്ഞത്. പക്ഷെ നമ്മുടെ പ്രൈം ഇമ്പോർട്ടൻസ് ഏത് കാര്യത്തിലാണ്? യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലേണ്ടത് എന്ത് കാര്യത്തിന് വേണ്ടിയാണ്? യേശുവിനെ സമീപിക്കുന്നത് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യം ശരിയായാൽ നമ്മുടെ ഭൗതികമായ എല്ലാ കാര്യവും ദൈവം ചെയ്തു തരും. വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി നിങ്ങൾക്ക് ഇതൊക്കെയും ലഭിക്കും. ഇതൊക്കെയും എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നിങ്ങളുടെ പ്രാഥമികമായ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. പക്ഷെ നിങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം ദൈവത്തോട് താതാത്മ്യം പ്രാപിക്കുക, ദൈവത്തോട് നീതീകരണം പ്രാപിക്കുക, ദൈവത്തോടുള്ള സ്വർഗവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ്. ആദാം നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ബന്ധം, ആ നൂൽ ബന്ധം, എൻ്റെ ദൈവത്തിന് സ്തോത്രം, ആ സ്നേഹത്തിൻ്റെ ചരടിൻ്റെ ബന്ധം, സ്തോത്രം, ആ ദൈവ സാന്നിധ്യം, എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് നേടിയെടുക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും വിലപ്പെട്ട ദൗത്യം. കാര്യം, പാപത്തിൻ്റെ ചതിയിലായി പോകുന്നത് ആരാണ്? പാപത്തെ സ്നേഹിക്കുന്നവർ, ലോകത്തെ സ്നേഹിക്കുന്നവർ, സുഖത്തിന് പിന്നാലെ പോകുന്നവർ, ഒരു മരണമുണ്ടെന്ന് ചിന്തിക്കാത്തവർ, കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുമെന്ന് ചിന്ത പോലും ഇല്ലാത്തവർ. എൻ്റെ ദൈവത്തിന് സ്തോത്രം.
മരിച്ചാൽ ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്, ഒരു ന്യായവിധിയുണ്ട് എന്നൊന്നും ചിന്തിക്കാതെ പോകുന്ന ഈ ലോകത്തിൽ സാധാ ബുദ്ധിയില്ലാത്തവരെ പോലെ ജീവിക്കുന്നു, മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്ന അനേകരുണ്ട്. അവർക്ക് പേരിന് ദൈവമുണ്ട്. അവരുടെ ദൈവത്തെ വിളിക്കുന്നതിന് അവരുടെ ഭൂമിയിലെ കാര്യം സാധിക്കാൻ വേണ്ടി. അതിനപ്പുറമൊന്നുമില്ല. ഒരാത്മാവുണ്ടെന്നോ ഒരു ഹൃദയത്തിൻ്റെ ഒരു സമാധാനമുണ്ടെന്നോ ഹൃദയം വിശുദ്ധീകരിക്കണമെന്നോ ഹൃദയത്തിൽ യേശുക്രിസ്തു വരണമെന്നോ ഏത് സമയത്ത് കടന്നു പോയാലും എനിക്ക് പറക്കണമെന്നോ ഒന്നും ആരും ചിന്തിക്കുന്നില്ല. നനച്ചിരിക്കാത്ത സമയത്ത് കർത്താവ് വീണ്ടും വരുമെന്ന് ആര് വിശ്വസിക്കുന്നു? അനേകർക്കങ്ങൊരു വിശ്വാസത്തിന് കണിക പോലുമില്ല. യേശുക്രിസ്തു വരുന്നത് വിശുദ്ധന്മാരെ ചേർക്കാൻ വേണ്ടി മാത്രമാണ്. ഞാൻ വിശുദ്ധനായോ? നിങ്ങൾ ഓരോ ചിന്തിക്ക്. ആരോടാണ് കണക്ക് ബോധിപ്പിക്കേണ്ടത്? എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ന്യായം പറയാൻ പറ്റുമോ? പിശാചിൻ്റെ ബന്ധനം നാം ഓരോ പാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ സാരമില്ല എന്ന് കാണുമ്പോൾ, പാപത്തെ ലഘുവായി കാണുമ്പോൾ, പാപത്തെ ലഘുവായി ചികിത്സിക്കുമ്പോൾ സാരമില്ല, അത് നാളുകൾ കഴിയുമ്പോൾ മാറിക്കോളും, പ്രായം കൂടുമ്പോൾ മാറിക്കോളും, ഇപ്പം സാധിച്ചില്ലെങ്കിലും പിന്നെ സാധിക്കും, അത് തെറ്റായ ചിന്താഗതിയാണ്. അവിടെയാണ് ചതി വരുന്നത്. പാപം ഹാർഡണ്ടാകും, കട്ട പിടിക്കും, മനസാക്ഷി കട്ട പിടിക്കും, തകർന്ന ഹൃദയം പോകും. അല്ല, ഇങ്ങനെയുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ പ്രിയരെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? ഏകാഗ്ര ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒരു തകർന്ന ഹൃദയം കിട്ടുമോ? പാപത്തോടൊരു അറപ്പും വെറുപ്പും വരുമോ? എൻ്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചു പോയല്ലോ എന്നുള്ള സങ്കടം വരുമോ പ്രിയപ്പെട്ടവരെ? വരില്ല. അവർക്ക് കണി കാണാൻ പറ്റില്ല ഒരനുഭവം. കൃത്യമായ മനസ്സങ്ങ് തകർന്ന് നുറുങ്ങിയ ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ലെന്നാണ് പറയുന്നത്. തകർന്ന ഹൃദയം എന്നാണ് തകർന്ന ഹൃദയം. എനിക്ക് സംഭവിച്ചത് തെറ്റായിപ്പോയി, ഞാൻ തെറ്റാൻ പാടില്ലാത്തതാണ്, എനിക്ക് വചനം കിട്ടിയതാണ്, ഞാൻ ദൈവസ്നേഹം അറിഞ്ഞവനാണ്, ആദ്യ സ്നേഹം എനിക്ക് ലഭിച്ചവനാണ്, ദൈവത്തെ ഞാൻ രുചിച്ചറിഞ്ഞവനാണ്, എൻ്റെ ദൈവം നല്ലവനാണെന്ന് ഈ നാവ് കൊണ്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞവനാണ്, ഈ ദൈവത്തെയും കൊണ്ട് ഞാൻ നടന്നവനാണ്, ദൈവത്താൽ എൻ്റെ മുറുകെ പറ്റുന്ന പാപങ്ങളെല്ലാം ഞാൻ വലിച്ചെറിഞ്ഞ് കളഞ്ഞവനാണ്, ഞാൻ ജയജീവിതം നേടിയെടുത്തവനാണ്, ഞാൻ ആത്മാവിൽ പറന്നവനാണ്, ഈ ഭൂമിയിലെ ഉയരങ്ങളിൽ ഞാൻ പറന്ന് നിന്നവനാണ്, ദൈവത്തോട് ചേർന്ന് നടന്നവനാണ്. പക്ഷെ ഇപ്പോൾ എന്തു പറ്റി? എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞോ പ്രിയരെ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. അപ്പനെ വിട്ട് ദൂരസ്ഥലത്ത് പോകണമെന്നൊന്നുമില്ല. അപ്പൻ്റെ കൂടെ കഴിഞ്ഞ ജ്യേഷ്ഠപുത്രനും കണക്കാണ്. വ്യക്തമായിട്ട് മനസ്സിലായിക്കോളൂ. 2 മക്കളുണ്ടായിരുന്നു. അതൊന്നും എൻ്റെ വിഷയമല്ല, ഞാൻ കിടക്കുന്നില്ല. വീട്ടിൽ താമസിക്കുന്നവനും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവനും ദൈവസന്നിധിയിൽ ഒരുപോലാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ന്യായീകരിക്കാനൊന്നുമില്ല. എൻ്റെ ഹൃദയം ദൈവത്തോട് ഏകാഗ്രമായി നിൽക്കുന്നുവോ? എൻ്റെ ലക്ഷ്യം എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണോ? എൻ്റെ ദൈവം ദുഃഖിക്കുന്ന ഒന്നും വരുന്ന എനിക്ക് നിർബന്ധമുണ്ടോ? എൻ്റെ ഊണിലും ഉറക്കത്തിലും 24 മണിക്കൂറും എനിക്ക് എൻ്റെ ദൈവത്തോടുള്ള ബന്ധം നിലനിർത്തണമെന്നാണോ എൻ്റെ ആഗ്രഹം? ഒരു പാപത്തിൻ്റെ ചതിയും വരില്ല പ്രിയരെ. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ദൈവത്തെ തള്ളിക്കളയാന്നുള്ളതാണ്. അവൻ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ദൈവം വേണ്ട, സത്യമാണ്. ഈ ഭൂമിയിൽ വീട് വെക്കാൻ ദൈവം വേണോ? ഈ ഭൂമിയിൽ ജോലി ചെയ്യാൻ ദൈവം വേണോ? ഈ ഭൂമിയിൽ പഠിക്കാൻ ദൈവം വേണോ? ഈ ഭൂമിയിൽ വിവാഹം കഴിക്കാൻ ദൈവം വേണോ? ഈ ഭൂമിയിലെ മക്കളുണ്ടാകാൻ ദൈവം വേണോ? സമ്പത്ത് സ്വരൂപിക്കാൻ ദൈവം വേണോ? ഒന്നും വേണ്ട. ദൈവമില്ലെങ്കിൽ ഇതൊക്കെ നടക്കും. പക്ഷെ ദൈവത്തോടുകൂടി ഇതെല്ലാം സമ്പാദിക്കുക എന്ന് പറയുന്നത് അതൊരു അനുഗ്രഹമാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. സാത്താൻ തൊടാത്തതായ വീട്, സാത്താൻ കടന്നു വരാൻ പേടിക്കുന്ന വീട്, സാത്താൻ കടന്നു വരാൻ ഭയപ്പെടുന്ന മനുഷ്യ ഹൃദയം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്നെ നോക്കി സാത്താൻ പേടിക്കുമോ? സാത്താൻ വിറയ്ക്കുമോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഉണ്ട് പ്രിയരെ. ദൈവത്തിൻ്റെ കാവ്യം നമുക്കറിയാൻ പാടില്ല. വലിയ വലിയ പ്രമുഖ വ്യക്തികളൊക്കെ പോകുമ്പോൾ എത്ര വണ്ടികളാണ് കോൺവേ ആയിട്ട് പോകുന്നത്? സെക്യൂരിറ്റി, കമാൻഡോസ് അല്ലേ? ആ വ്യക്തിയുടെ പ്രാധാന്യം കൊണ്ടാണ്. ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന രാജ്യത്തിന് നഷ്ടമാണെന്നുള്ളത് കൊണ്ടാണ് അവർക്കത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കാണുന്നില്ല കേട്ടോ. സ്വർഗത്തിൻ്റെ സൈന്യങ്ങൾ മുൻപടയായും പിൻപടയായും മുകളിലും താഴെയും വശങ്ങളിലുമായിട്ട് ഒരു ദൈവനെ നിൽക്കുകയാണ്. എപ്പോഴും കാവൽ മാലാഖമാരുടെ സംരക്ഷണങ്ങൾ. ഞാൻ പ്രാർത്ഥിക്കുന്നില്ലേലും എൻ്റെ കാര്യം പ്രാർത്ഥനയായിട്ട് സ്വർഗത്തിലേക്ക് മാലാഖമാരെ കൂട്ടിക്കൊണ്ടു പോകും, മാലാഖമാരെ കൊണ്ടു കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കാൻ മറന്നാലും, ഞാൻ ഉറക്കത്തിലാണെങ്കിലും എൻ്റെ കാര്യം നോക്കാൻ കാവൽ മാലാഖമാരെ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. എൻ്റെ ആവശ്യങ്ങൾ പറയാനും. റോമർലേഖനം 8-ാം അധ്യായത്തിൽ വേണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ നമുക്കറിയാൻ പാടില്ല. ആത്മോദാനം ഉച്ചയ്ക്ക് ചൂടാത്ത നിരക്കങ്ങൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നെ എത്രമാത്രം സന്തോഷിച്ചൊരു കാര്യമെന്നറിയാം. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും, എനിക്ക് പ്രാർത്ഥിക്കാനുള്ള സാഹചര്യം കിട്ടിയില്ലെങ്കിലും, ഞാൻ ഉറങ്ങുമ്പോഴാണെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുണ്ട്. വായിച്ചു നോക്കൂ.
ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ട എന്തെന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ല. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ആ ആത്മാവ് എന്ത് ചെയ്യും? ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. വാങ്ങിപ്പോയ വിശുദ്ധന്മാരുടെ വലിയൊരു ശൃംഖല നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ സ്വർഗീയ പ്രൊട്ടക്ഷനാണ് നമുക്കുള്ളത്, ആരറിയുന്നുണ്ട്? നമുക്ക് വായിച്ചു നോക്കാം. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 7:39 വായിക്കാം. അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് ജനത്തിന് സംഭവിച്ചത്. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുന്ന ഇസ്രായേൽ ജനങ്ങളുടെ കാര്യമാണ് അവിടെ പറയുന്നത്. എത്ര പ്രയാസമുള്ള കാര്യമാണ്. 430 സംവത്സരം അടിമപ്പാടിൽ കഴിഞ്ഞ ഫറവോൻ്റെ ഉരുക്കുമുഷ്ടിയിൽ നിന്ന് അവരെ വിട്ടുവീഴ്ക്കുക എന്നുള്ളത്. ആർക്കാ? മോശയാണോ വിടുവിച്ചത്? ദൈവം അവരെ വിടുവിച്ചു. അവരാവശ്യക്കാരല്ലഞ്ഞിട്ടും അവർക്ക് ചാട്ടവാറിൻ്റെ അടി മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഭക്ഷണമൊക്കെ അവർക്കുണ്ടായിരുന്നു, ജീവിത സുഖങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ചാട്ടവാറിൻ്റെ അടിയാണ് സഹിക്കാൻ പറ്റാതെ. ഇഷ്ടിയ അവരുണ്ടാക്കാന്നവർ പറഞ്ഞു, ഞങ്ങൾ എത്ര വേണേലും ഇഷ്ടിയ ഉണ്ടാക്കിത്തരാം, പക്ഷേ ഞങ്ങൾക്ക് വൈക്കോല് വേണം. പക്ഷേ അവരെ കഠിനപ്പെടുത്താൻ എന്ത് ചെയ്തു? ഫറവോൻ വൈക്കോലും കുറച്ചു. അപ്പോൾ ആദ്യം വൈക്കോല് കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്തിട്ട് ഇഷ്ടിയ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വലഞ്ഞു പോയൊരു ജനം ഹൃദയം കഠിനമാക്കി, ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കിയത് കൊണ്ട് ദൈവജനത്തിന് കരയേണ്ടി വന്നു. നിലവിളി, അവരുടെ നിലവിളി സ്വർഗം കേട്ടു. മാനസാന്തര നിലവിളിയൊന്നുമല്ല, പക്ഷേ ദൈവപൈതങ്ങളുടെ നിലവിളിയും അബ്രഹാമിന് കൊടുത്തൊരു വാഗ്ദത്തമുണ്ട്, 400 ചിലവാനും വർഷം കഴിഞ്ഞിട്ട് നിൻ്റെ സന്തതി ഞാൻ കൊണ്ടുവരുമെന്നുള്ളത്. അങ്ങനെ വീണ്ടെടുപ്പ് കൊണ്ടുവന്ന ഒരു ജനമാണ് ഇസ്രായേൽ ജനങ്ങൾ, മിസ്രയീമിൻ്റെ ഉരുക്കുമുഷ്ടിയിൽ നിന്ന്. അവരെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാർ വന്ന് കീഴ്പ്പെടുവാൻ മനസ്സിലാകാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് തിരിഞ്ഞു. ഹൃദയമാണ് കേന്ദ്ര ബിന്ദു. മിസ്രൈമിലേക്ക് അവർ പോയില്ല, പക്ഷേ ദൈവം കാണുന്നത് അവർ മിസ്രൈമിലേക്ക് പോയിന്ന. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തിലെ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നു, സ്ത്രീയെ മോഹത്തോടെ നോക്കുന്നവൻ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്യാൻ സാധ്യതയുണ്ടെന്നല്ല, വ്യഭിചാരം ചെയ്യുമെന്നുമല്ല പറഞ്ഞ്, ചെയ്തു പോയി എന്നാണ് പറഞ്ഞത്. ദൈവം മനുഷ്യൻ്റെ ഹൃദയം തൂക്കി നോക്കുന്നു. അവൻ്റെ ഹൃദയത്തിൻ്റെ മോട്ടീവ് എന്താണ്? അവൻ്റെ ഹൃദയത്തിൽ ഏതിനോടാണ് താല്പര്യം? ജനം യാന്ത്രികമായി നടന്നു പോകുന്നുണ്ട്, കനാൻ ദേശത്തേക്ക് പോകുന്നുണ്ട്. മിസ്രൈമിനോട് യാത്ര പറഞ്ഞ് പോയവരാണ്. ഫറവോന് ഞങ്ങൾക്ക് അടിമയല്ലെന്ന് പറഞ്ഞവരാണ്. അവർ സ്തുതിച്ചവരാണ്. ദിവസവും മന്ന കഴിക്കുന്നവരാണ്. അവർക്ക് തീമതയിൽ സംരക്ഷണമുണ്ട്. മുകളിൽ ഉഷ്ണക്കാറ്റടിക്കാതിരിക്കാൻ മേഘസ്തംഭമുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും ദൈവം അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഹൃദയം മിസ്രൈമിലേക്ക് തിരിഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്കത് വളരെ ആപ്ലിക്കബിളായിട്ടൊരു കാര്യമാണ്. നാം കൂട്ടായ്മയ്ക്ക് വരുന്നവരുണ്ട്, വചനം കേൾക്കുന്നവരുണ്ട്, നമുക്ക് എവിടെയെങ്കിലും വേലയുണ്ടെങ്കിൽ വേലയ്ക്ക് സഹകരിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയം എവിടെയാണ്? നമ്മുടെ ഹൃദയത്തിൻ്റെ ഏകാഗ്രത എവിടെയാണ്? നമ്മുടെ ഹൃദയം ഏതിനോട് ചേർന്ന് കിടക്കുന്നു? നമ്മുടെ ഹൃദയത്തിൻ്റെ മോട്ടീവ് എന്താണ്? ഈ ലോകമാണോ നമ്മുടെ ഹൃദയത്തിൻ്റെ കാര്യങ്ങൾ? സുഖ സൗകര്യങ്ങളാണോ നമ്മുടെ ഹൃദയത്തിലെ ലക്ഷ്യങ്ങൾ? നമ്മുടെ ഹൃദയം എങ്ങോട്ടാണ് ചായുന്നത്? കൂട്ടുകാരുമായിട്ട് സംസാരിക്കുന്നതിലാണോ നമ്മുടെ താല്പര്യം? ഭക്ഷണം കഴിക്കുന്നതിലാണോ നമ്മുടെ താല്പര്യം? സമ്പാദിക്കുന്നതിലാണോ നമ്മുടെ താല്പര്യങ്ങൾ? നമ്മുടെ ഹൃദയം സന്തോഷിക്കുന്ന ഏത് കാര്യത്തിലാണ്? അതോ ദൈവസാന്നിധ്യം കിട്ടുമ്പോഴാണ്? പറഞ്ഞാൽ അനേകർക്കും മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് വലിയൊരു മർമ്മമാണ്. ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുന്നു, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ജോലിയുണ്ട്, പല പല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയം അതെങ്ങനെ അറിയാം? പ്രാർത്ഥിക്കാനിരുന്നാൽ മാത്രം മതി. നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന മുകളിലോട്ട് പോകാതെ തടയുന്നത് എന്തൊക്കെ ചിന്തകളാണ്? എന്തൊക്കെ ചിന്തയാണ് കയറി വരും? അൺവാണ്ടഡ് എലിമെൻറ്റ്സ് എന്ന് പറയും. ഞാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും, ഞാൻ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നതാണ്, ദൈവത്തോട് ബന്ധപ്പെടണമെന്ന് ആഗ്രഹിച്ചാണ് വന്നിരിക്കുന്നത്, ദൈവസ്ഥാനത്തിന് വേണ്ടിയാണ് കുതിക്കുന്നത്. പക്ഷേ ആ ആഗ്രഹങ്ങളെ
അതിൻ്റെ തീയെ വെള്ളം കൊണ്ട് തണുപ്പിക്കുന്ന രീതി, നശിപ്പിക്കുന്ന രീതിയിൽ കയറി വരുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? അതാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം. നമ്മുടെ ഹൃദയം ഏതിനു വേണ്ടി കൊതിച്ചിരിക്കുന്നുവോ, ഹൃദയം ഏതിലേക്ക് ചാഞ്ഞിട്ടുണ്ടോ, അതായിരിക്കും പ്രാർത്ഥിക്കാൻ വരുമ്പോൾ വരുന്നത്. സാത്താൻ അവകാശം പറഞ്ഞു വരും, റാഞ്ചൻ പക്ഷിയായിട്ട് വരും, മുകളിലോട്ട് നമ്മുടെ പ്രാർത്ഥന പോകാൻ സമ്മതിക്കത്തില്ല. കർത്താവ് വേദസ്ഥാനം വ്യക്തമായിട്ടുണ്ടല്ലോ. ദാവീദ് തന്നെ പറഞ്ഞു, ഞാൻ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ യഹോവ എൻ്റെ പ്രാർത്ഥന കേൾക്കയില്ലായിരുന്നു. എൻ്റെ ഹൃദയത്തിൽ അകൃത്യം വെച്ചുകൊണ്ട്, എൻ്റെ ഹൃദയം നേരുള്ളതല്ലെങ്കിൽ, എൻ്റെ ഹൃദയത്തിൽ പാപത്തോട് താല്പര്യമുണ്ടെങ്കിൽ, എൻ്റെ ഹൃദയത്തിൽ ലോകത്തോട് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കയില്ല. യോഹന്നാൻ സുവിശേഷത്തിൽ ആ കുരുടൻ പറയുന്നൊരു കാര്യമുണ്ട്. ആരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത്? പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും, നീതിമാനായിരുന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന മാത്രമേ ദൈവം കേൾക്കുകയുള്ളൂ എന്ന് ഞാൻ അറിയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ നമ്മളെ തന്നെ ചതിക്കരുത്. ഹൃദയം കഠിനമാകരുത്. ഒരു പാപം ജീവിതത്തിൽ വന്നാൽ അത് സാരമില്ല എന്ന് വെച്ചാൽ അത് വീണ്ടും ഹൃദയം കഠിനമാകുകയാണ്, വീണ്ടും പാപം അവിടെ വരികയാണ് ചെയ്യുന്നത്. എന്നാൽ അതിനെക്കുറിച്ച് വേദന വന്ന്, എൻ്റെ കർത്താവേ എനിക്ക് തെറ്റുപറ്റിപ്പോയല്ലോ, ഇനി എൻ്റെ ജീവിതത്തിൽ അത് വരികയില്ല, ഞാൻ വരാൻ സമ്മതിക്കത്തില്ല, നീ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ വ്യാപാരം മാറ്റിത്തരണമേ, ആ പിശാചിനെ ഓടിച്ചു കളയണമേ, കർത്താവേ ഞാൻ നിൻ്റെ പൈതലാണ്, നീ എന്നെ വിളിച്ചതാണ്, നിൻ്റെ രക്തം എൻ്റെ മേൽ തളിച്ചതാണ്, നിൻ്റെ ആത്മാവിനെ എനിക്ക് തന്നതാണ് കർത്താവേ, ഞാനിങ്ങനെ പാപത്തിൽ വലയാൻ നീ സമ്മതിക്കരുത്. അവൻ ആർത്തുപാടി സന്തോഷിക്കുന്ന നീ കാണുന്നില്ലേ കർത്താവേ, എൻ്റെ ഹൃദയം അവൻ അവകാശമാക്കുന്നത് നീ അറിയുന്നില്ലേ, വേഗമിറങ്ങി വരണമേ, ബന്ധനം അഴിച്ചു തരണമേ, കെട്ടുകളെ പൊട്ടിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഇതാണ് തീഷ്ണത എന്ന് പറയുന്നത്. ഇതാണ് സ്വർഗരാജ്യം ബലാത്കാരികൾ പിടിച്ചടക്കുന്നു എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തെല്ലാം കാര്യത്തിൽ പിന്മാറിപ്പോയാലും ഹൃദയത്തിലെ ഏകാഗ്രതയും തകർന്ന ഹൃദയം തരുന്ന ഒരു പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് വിട്ട് മാറിപ്പോയിട്ടില്ല. പരിശുദ്ധാത്മാവുണ്ട് എങ്ങനെയും സഹായിക്കാനായിട്ട്. മരണത്തോളം പിന്നാലെ വരും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ നല്ല ആത്മാവിനോട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഹൃദയം കഠിനമായിപ്പോയി, പാപത്തിൻ്റെ ചതിയാൽ ഹൃദയം കഠിനമായിപ്പോയി, ഞാൻ പാപത്തോട് താല്പര്യം വന്നതുകൊണ്ടാണ് കഠിനമായിപ്പോയത്, സാത്താൻ അവകാശമുള്ള കാര്യം എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമുള്ളതുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്. കർത്താവേ, ഞാൻ ഇന്ന് എന്നോട് യാത്ര പറയുകയാണ്. എൻ്റെ ഹൃദയം ഒരു മാർദ്ദവമാക്കി തരണമേ, തകർന്ന ഹൃദയം എനിക്ക് തരണമേ, നുറുങ്ങിയ ഹൃദയം എനിക്ക് തരണമേ, ഒരു കണ്ണുനീരെനിക്ക് തരണമേ, അനുതാപം എനിക്ക് തരണമേ, പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ പകരണമേ, എനിക്കൊരു പുതിയ ഹൃദയം തരണമേ, ഒരു പുതിയ കാഴ്ചപ്പാട് എനിക്ക് തരണമേ, ഒരു ബന്ധം എനിക്ക് തരണമേ. നീ ഒരു കാലത്തും നിന്നെ വിട്ടു പോകുന്നൊരു വിഷയമില്ല. അത് വ്യക്തമാണ്, സത്യമാണ്, കൃത്യമാണ്. എൻ്റെ ദൈവത്തോടല്ലയോ ഞാൻ വാക്ക് പറഞ്ഞത്. കർത്താവേ, നീ അനുഗ്രഹിക്കണമേ, എൻ്റെ മേൽ തീ ഇറക്കി തരണമേ, നിൻ്റെ കര എൻ്റെ തലമേൽ വരണമേ, എന്നോട് മനസ്സലിയണമേ, തിരക്തം എൻ്റെ മേൽ തളിക്കണമേ, നിൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ പകരണമേ. ഞാൻ എന്നും എന്നും വിശ്വസ്തനായി ഇരുന്നു കൊള്ളാം. ഇനി അവന് ഞാൻ ഇടം കൊടുക്കില്ല കർത്താവേ. ഞാൻ എൻ്റെ വാക്ക് പറഞ്ഞ് നീ കേൾക്കണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവസനയിൽ വിനയപ്പെടാം, ദൈവസനയിലേക്ക് നമ്മുടെ തീരുമാനം പറയാം. അവൻ നമ്മളെ അനുഗ്രഹിക്കും. ദൈവനാമം മാത്രം മഹത്വപ്പെടാൻ ഇടയാട്ടെ. ദൈവത്തിന് സ്തോത്രം.